72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാള തിളക്കം. മികച്ച നടനായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. 4ാം തവണയാണ് താരത്തിന്റെ ദേശീയ അവാർഡ് നേട്ടം. വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായിക. ഭ്രമയുഗത്തിലൂടെ 4ാം തവണയും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടി. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലൂടെ കാർത്തിക് ആര്യനുമായി അദ്ദേഹം പുരസ്കാരം പങ്കുവയ്ക്കുകയായിരുന്നു. ആർട്ടിക്കിൾ 370 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സിനിമയിലെ പ്രകടനത്തിന് യാമി ഗൗതം മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. അമരൻ ഒരുക്കിയ രാജ്കുമാർ പെരിയസാമിയാണ് മികച്ച സംവിധായകൻ. ധനുഷിന് മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ലഭിച്ചു. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രമായും രായൻ തമിഴ് ചിത്രമായും ശ്രീകാന്ത് ഹിന്ദി ചിത്രമായും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മി സ്വന്തമാക്കി. അജയന്റെ 2ാം മോഷണം എന്ന സിനിമയിലെ അങ്ങ് വാനക്കോണില് എന്ന പാട്ടിലൂടെയാണ് പുരസ്കാര നേട്ടം. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഭ്രമയുഗത്തിലൂടെ ഷെഹനാദ് ജലാൽ സ്വന്തമാക്കി. പുഷ്പ 2വിലൂടെ സുകുമാരൻ മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിൽ നാഷണൽ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മലയാളി സംവിധായകൻ ജയരാജായിരുന്നു ജൂറി ചെയർമാൻ. ജയരാജ് ഉൾപ്പെടെ 11 ജൂറി വിവിധ ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളുടെ അവാർഡ് നിർണയം ഈ മാസം ആദ്യം പൂർത്തിയാക്കിയിരുന്നു. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പരിഗണിച്ചിരിക്കുന്നത്.